ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ തുമ്പി ചാനൽ. നമ്മൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡെൻമാർക്കിലാണ് ഇപ്പോൾ. ഡെൻമാർക്കിൽ നിന്ന് ഞാനൊരു ഡേ ട്രിപ്പ് എടുത്തേക്കാണ്. സ്വീഡനിലേക്ക് അതുവഴി പോവുകയും ചെയ്യും. ആ കാഴ്ചകളൊക്കെ കാണാം. രണ്ട് സിറ്റിയാണ്, മൽമോ ആൻഡ് ലുണ്ട്. ആദ്യം ലുണ്ടിൽ, പിന്നെ മൽമോ. അവിടെ നിന്ന് ഞാൻ ഈ ടൂറിൽ നിന്ന് ഇറങ്ങും. ഗെറ്റ് യുവർ ഗൈഡ് എന്ന ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ബസ് യാത്ര ബുക്ക് ചെയ്തത്. കോപ്പൻഹേഗനിൽ നിന്ന് രാവിലെ ഞങ്ങളുടെ ബസ് യാത്ര തുടങ്ങി. നഗരത്തിലെ മനോഹരമായ കെട്ടിടങ്ങളൊക്കെ പിന്നിലാക്കിയിട്ട് ഇപ്പോൾ നല്ല പച്ചപ്പുല്ല് നിറഞ്ഞ വയലുകളും കാറ്റാടി മരങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഗ്രാമീണ റോഡുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറിലധികം യാത്ര ചെയ്ത ശേഷം ഞങ്ങളിപ്പോൾ ഡെൻമാർക്കിലെ തന്നെ പ്രശസ്തമായ ക്രോൺബോർഗ് കാസിലാണ് എത്തിയിരിക്കുന്നത്. ചെറിയ ചാറ്റൽ മഴയുണ്ട്, എന്നാലും ഞങ്ങൾ അതൊന്നും വകവയ്ക്കാതെ ബസ്സിൽ നിന്ന് ഇറങ്ങി ആ കോട്ടയെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. കടലിന്റെ തീരത്ത് തലയുയർത്തി നിൽക്കുന്ന ആ കോട്ട ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു രാജകീയമായ ഭംഗി പ്രകടമാക്കുന്നുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ കോട്ട ബാൾട്ടിക് കടലിലേക്കുള്ള പ്രധാന കടൽ മാർഗം നിയന്ത്രിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സൈനിക കേന്ദ്രമായിരുന്നു. ഇന്ന് ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പെട്ടിട്ടുണ്ട്. നമുക്ക് ഈ കോട്ടയുടെ കാഴ്ചകളൊക്കെ ഉണ്ടോ ആദ്യം കാണേണ്ടത്. ഈ കാസലിന്റെ പ്രധാന കവാടത്തിലേക്ക് നടക്കുമ്പോൾ തന്നെ അതിന്റെ വലിപ്പവും അതുപോലെ ശില്പഭംഗിയൊക്കെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റും. കോട്ടയുടെ പുറംഭാഗമാണെങ്കിലോ ഈ കാണുന്ന പോലെ പ്രധാനമായിട്ടും ചുവപ്പും തവിട്ടും കലർന്ന ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനു ചുറ്റും മനോഹരമായ അലങ്കാരങ്ങളും കൊത്തുപണികളൊക്കെ നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ നിർമ്മാണ രീതി തന്നെയാണ് ഈ കോട്ടയുടെ ശക്തിയും അതുപോലെ തന്നെ രാജകീയമായ ഭംഗിയും കൊടുക്കുന്നത്. ഈ കോട്ടയുടെ ചുറ്റുമായി വിശാലമായ പ്രതിരോധ മതിലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ മതിലിനോട് ചേർന്നിട്ട് വലിയ കിടങ്ങുകളും, ആ കിടങ്ങിലൊക്കെ നല്ലോണം വെള്ളം നിറച്ചിട്ടുണ്ട്. അത് ശത്രുക്കൾക്ക് എളുപ്പത്തിൽ അത് കയറാതിരിക്കാൻ വേണ്ടിയായിരിക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ ഈ കോട്ട ഒരു രാജകൊട്ടാരം മാത്രമല്ല, ശക്തമായ ഒരു സൈനിക കാസിൽ കൂടിയായിരുന്നു എന്ന് നമുക്ക്. അങ്ങനെ നിരവധി പ്രവേശന കവാടങ്ങളൊക്കെ പിന്നിട്ട ശേഷം നമ്മൾ എത്തുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു സ്ക്വയറിലേക്കാണ് കേട്ടോ. ആ സ്ക്വയറിൽ ഇങ്ങനെ നിരവധി ടൂറിസ്റ്റുകളും അവരെ ആകർഷിക്കാനായിട്ട് ഈ തനത് ഡാനിഷ് വേഷങ്ങളൊക്കെ ഇട്ടിട്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു. കോട്ടയുടെ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ പിന്നീട് കാണുന്നത് രാജകീയമായ ഹാളുകളും അതുപോലെ തന്നെ മനോഹരമായ ചുവർ ചിത്രങ്ങൾ, പഴയകാല ഫർണിച്ചറുകൾ, ഇവിടെ ഉണ്ടായിരുന്ന രാജകുമാരുടെ ചിത്രങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഇതെല്ലാം വിവരിച്ചു തരാനായിട്ട് ഗൈഡുണ്ട്. നിരവധി രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയൊക്കെ പ്രതിമകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഒരു വിശ്വാസം, നല്ലൊരു രാജാവ് എന്നറിയപ്പെടണമെങ്കിൽ ആ രാജാവ് രാത്രികാലങ്ങളിൽ നന്നായി മദ്യപിക്കുകയും അടുത്ത ദിവസം രാജ്യകാര്യങ്ങളിൽ വളരെ തൽപരനായിട്ട് മുഴുകുകയും ചെയ്യുന്ന ഒരാളിനെയാണ് നല്ലൊരു രാജാവ് എന്ന് ഇവർ വിളിച്ചിരുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളെത്തുന്നത് ഒരു ബോൾ റൂമിലേക്കാണ്. ബോൾ റൂം എന്ന് പറയുന്നത് ഡാൻസ് ഹാളാണ്. പണ്ടുകാലത്ത് വിരുന്നുകൾക്കും രാജകീയ ആഘോഷങ്ങൾക്കുമാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ അവതരണത്തിന്റെ ഭാഗമായിട്ട് നല്ല ഫ്ലാഷ് ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് വിനോദസഞ്ചാരികൾക്കും ഇവിടെ വന്ന് നൃത്തം ചെയ്യാം. ഒരു പഴയകാല അന്തരീക്ഷം മനസ്സിൽ തെളിഞ്ഞു വരുന്നത് പോലെ നമുക്കത് ഫീൽ ചെയ്യും. ആ ഡാൻസ് ഫ്ലോറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ മറ്റൊരു റൂമിലേക്ക് നടന്നു. അവിടെ നോക്കിയപ്പോൾ ആളുകൾ ഇങ്ങനെ മുകളിലോട്ട്, അതിന്റെ മച്ചിന്റെ മുകളിലേക്ക് ഒരു ചെറിയൊരു ഹോളുണ്ട്. തല മാത്രം കിടക്കുള്ളൂ. അങ്ങനെ കടത്തിയിട്ട് എന്തോ നോക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്നറിയാൻ വേണ്ടി ഞാനും അത് ചെയ്തു. അപ്പോൾ വേറൊന്നുമല്ല, അതൊരു നിലവറ പോലെയാണ്. അവിടെയുള്ള കാഴ്ചവസ്തുക്കളൊക്കെ, പണ്ട് ഉപയോഗിച്ചിരുന്ന കാഴ്ചവസ്തുക്കളൊക്കെ കാണാനായിട്ട് നമുക്ക് ഈ ഹോളിലൂടെ തലയിട്ട് കണ്ടിട്ട് നമുക്ക് തിരിച്ചിറങ്ങാം. കാസലിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ വീണ്ടും ആ നടുമുറ്റത്തെത്തി. ആ വലിയ സ്ക്വയറിൽ നിൽക്കുമ്പോൾ അതിന്റെ ചുറ്റുമൊന്ന് കണ്ണോടിക്കുമ്പോൾ ഈ കോട്ടയിലെ എല്ലാ റൂമുകളും, നമ്മൾ നേരത്തെ നടന്ന ആ റൂമുകളുടെ ഒരു എക്സ്റ്റീരിയർ വേർഷനാണ് കാണുന്നത്. എന്തു ഭംഗിയാണെന്നറിയാമോ ഈ കോട്ട കാണാനായിട്ട്. കോട്ടയുടെ രൂപകൽപ്പന എന്ന് പറയുന്നത് യൂറോപ്യൻ വാസ്തുവിദ്യ ശരിക്കും നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. സമചതുരാകൃതിയിലുള്ള പ്രധാന അങ്കണം ഇപ്പൊ ഈ കാണുന്നത്, അതുപോലെ വിശാലമായ ജനലുകൾ, അലങ്കാര ഗോപുരങ്ങൾ,
കൊത്തുപണികളുള്ള പ്രവേശന കവാടങ്ങൾ, ഇതൊക്കെ ശരിക്കും രാജകീയ സൗന്ദര്യമാണ് നൽകുന്നത് ഈ കാസിലിന്. അതുപോലെ സൈനിക പ്രതിരോധ സംവിധാനവും സമന്വയിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന. ഞാൻ നേരെ പുറത്തേക്ക് കടന്നിട്ട് ആ കടലിന്റെ പശ്ചാത്തലത്തിലൂടെ ഒന്ന് കാണാൻ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു കടലിന്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ ഉയർന്നു നിൽക്കുന്ന കോട്ട കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ ഒരു രാജകീയ ആ ഒരു പരിവേഷം. ഈ ഹെൽസിംഗോർ ഒരു തുറമുഖ പട്ടണമാണ്. ഞാനിപ്പോൾ കോട്ടയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെയുള്ള ഒരു ഹാർബറിലേക്ക് എത്തിക്കേണ്ടോ. കൾച്ചർ ഹാർബർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ കുറേ പ്രതിമകളുണ്ട്. നല്ല കൗതുകകരമായിട്ടുള്ള പ്രതിമകളായിരുന്നു അത്. ഈ ഷിപ്പ് യാർഡിലേക്കുള്ള വർക്കേഴ്സിന്റെ പ്രവേശനത്തെ സൂചിപ്പിക്കുന്ന ആ ഒരു പ്രതിമകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ശരിക്കും ഒരു ജീവനുള്ള പ്രതിമകൾ നടന്നു പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ നമ്മള് കോപ്പൻഹേഗനിൽ നിന്ന് സ്വീഡനിലേക്ക്, അതായത് ഡെൻമാർക്കിൽ നിന്ന് നമ്മൾ സ്വീഡനിലേക്ക് പോകുന്ന ഒരു ഫെറിയിലാണ് ഫ്രണ്ട്സ്. നമുക്കിനി ഒരു ഫെറി യാത്ര ചെയ്താലോ? ഹെൽസിംഗോറിലെ ക്രോൺബോർ കൊട്ടാരത്തിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് അവിടെ നിന്ന് സ്വീഡനിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഡെൻമാർക്കിന്റെ അയൽ രാജ്യമായ സ്വീഡനിലെ ഹെൽസിംഗ്ബോറിലേക്ക്. ചെറിയൊരു ഫെറി യാത്രയാണ്, 15 അല്ലെങ്കിൽ 20 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഫെറി പതുക്കെ തുറമുഖത്തേക്ക് അടുക്കുകയാണ്. അതായത് സ്വീഡനിലെ ഹെൽസിംഗ്ബോർഗിലെ തുറമുഖത്തേക്ക് അടുക്കുന്നു. അങ്ങനെ അടുക്കുമ്പോൾ കപ്പലുകളും യാട്ടുകളും തിരക്കേറിയ ഫെറി ടെർമിനലും അതുപോലെ തന്നെ ഹെൽസിംഗ്ബോറിലെ നല്ല ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങളും നിരവധി ചരിത്ര സ്മാരകങ്ങളും ഇതൊക്കെ കൂടി ഒരുമിച്ച് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച കണ്ടിട്ടാണ് ഫെറി പതുക്കെ തീരത്തോട്ട് അടുക്കുന്നത്. ഫെറി ഇറങ്ങിയിട്ട് ഇതാ നമ്മൾ സ്വീഡന്റെ മണ്ണിലൂടെ യാത്ര ചെയ്യാണ്. ഞാൻ വിസിറ്റ് ചെയ്ത രാജ്യങ്ങളുടെ ലിസ്റ്റിലേക്ക് ഒരു രാജ്യം കൂടി. നമ്മൾ ഇപ്പോൾ ഹെൽസിംഗ്ബോർഗ് പട്ടണം വിട്ട് 55 കിലോമീറ്റർ അകലെയുള്ള സ്വീഡനിലെ മറ്റൊരു പട്ടണം ലുണ്ടിലേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 45 അല്ലെങ്കിൽ 60 മിനിറ്റ് യാത്രയുണ്ട്. ഇപ്പോൾ ബസ് പ്രധാനമായിട്ടും E6 E20 മോട്ടോർവേയിലൂടെയാണ് പോകുന്നത്. ഈ പാത സ്വീഡന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പ്രസ് വേകളിലൊന്നാണ്. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരത്തോട് ചേർന്ന് തെക്ക് വടക്കായിട്ട് കിടക്കുന്ന ഒരു പ്രധാന പാതയാണിത്. യാത്രക്കിടെ ജനാലയിലൂടെ നോക്കുമ്പോൾ സ്വീഡന്റെ ഗ്രാമീണ ഭംഗി ശരിക്കും കാണാൻ പറ്റും. എവിടെ നോക്കിയാലും നല്ല പച്ചപ്പാർന്ന വയലുകളും അതുപോലെ ചുവപ്പും വെള്ളയും നിറത്തിലുള്ള സ്കാൻഡിനേവിയൻ ഫാം ഹൗസുകളൊക്കെ കാണാം. ചെറിയ ഗ്രാമങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. സ്വീഡനിലെ സ്കോനെ എന്ന് പറയുന്ന ഒരു പ്രദേശത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത്. ശരിക്കും കാർഷികമായ ഒരു മേഖല തന്നെയാണ് സ്കോനെ. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ, അതായത് സ്വീഡന്റെ പറ്റിയുള്ള കാഴ്ചകൾ പറയുമ്പോൾ മലനിരകളും അല്ലെങ്കിൽ തടാകങ്ങളും കാടുകളൊക്കെയാണല്ലോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഇങ്ങനെയുള്ള കൃഷിസ്ഥലങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് സ്കോനെ. ഈ ഡേ ട്രിപ്പിന്റെ ഭാഗമായിട്ട് സ്വീഡനിലെ 2 സിറ്റികളാണ് നമ്മൾ സന്ദർശിക്കുന്നത്. അതിൽ ആദ്യത്തെ സിറ്റിയായ ലുണ്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങി. ലുണ്ടിലെ കാഴ്ച എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ലുണ്ട് കത്തീഡ്രലാണ്. ഈ കാണുന്ന കത്തീഡ്രൽ കണ്ടില്ലേ? സ്വീഡനിലെ ഏറ്റവും പഴക്കമുള്ളതും ചരിത്ര പ്രാധാന്യമുള്ളതുമായ ഒരു ദേവാലയമാണിത്. ഏകദേശം 11ാം നൂറ്റാണ്ടിലാണ് ഇതിന്റെ നിർമ്മാണം നടന്നത്. അന്ന് ഈ ലുണ്ട് ശരിക്കും സ്വീഡന്റെ ഭാഗമല്ലായിരുന്നു, ഡെൻമാർക്കിന്റെ ഭാഗമായിരുന്നു ഈ ലുണ്ട് നഗരം. ഈ ദേവാലയത്തിന്റെ നിർമ്മിതി തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷകമാക്കുന്നത് ഇതിന്റെ ഇരട്ട ഗോപുരങ്ങളാണ്. പിന്നെ പെട്ടെന്ന് ഈ പള്ളി കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ഒരു തീപിടുത്തത്തിന് ശേഷം അധികം മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്നത് പോലെ തോന്നും. കാരണം വേറെ ഒന്നുമല്ല, ഇതിന്റെ നിറം ആ കറുപ്പ് കലർന്നത് അല്ലെങ്കിൽ ചാര കലർന്ന ഒരു നിറമാണ് ഇതിന്റെ ആ ഇഷ്ടികൾക്കുള്ളത്. അതുകൊണ്ട് തോന്നുന്നതാണ്. കത്തീഡ്രലിന്റെ കാഴ്ചകളെ കണ്ടിട്ട് ഞാൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ലുൺഗാർഡ് എന്ന് പറയുന്ന ഒരു പാർക്കിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പാർക്കിന്റെ ഒരു വശത്തായിട്ട് നല്ല മനോഹരമായ വൈറ്റ് കളറിലുള്ള ഒരു ബിൽഡിംഗ് കാണാൻ പറ്റും. ഇവിടെയുള്ള യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ലുണ്ട് യൂണിവേഴ്സിറ്റി വളരെ പ്രസിദ്ധമാണ്. ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോലും നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ലുണ്ട് നഗരം ഏറ്റവും പ്രശസ്തമാവുന്നത് ഈ യൂണിവേഴ്സിറ്റി കൊണ്ടാണ്. 1882 നിർമ്മിച്ച ഈ കെട്ടിടം ഗ്രീക്ക് ശൈലിയിലുള്ള തൂണുകളും അതുപോലെ വിശാലമായ മുൻവശവുമുള്ള ഒരു ക്ലാസിക്കൽ യൂറോപ്യൻ സർവകലാശാലയുടെ മുഖം തന്നെയാണ് നൽകുന്നത്.
പിന്നീട് ഞാൻ നടന്നത് ഈ യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ കത്തീഡ്രലിന്റെയും പിൻഭാഗത്തുള്ള സ്ട്രീറ്റുകളിലൂടെയാണ്. ഇപ്പൊ ഈ കാണുന്ന സ്ട്രീറ്റുകൾ കണ്ടില്ലേ, വളരെ ശാന്തസുന്ദരമായ സ്ട്രീറ്റുകളാണ്. നല്ല വൃത്തിയായിട്ട് കല്ലുകളൊക്കെ വിരിച്ച് നമുക്ക് നന്നായിട്ട് നടന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെയുള്ള തെരുവുകളൊക്കെ ഉള്ളത്. ഇവിടെയുള്ള വിദ്യാർത്ഥികൾ താമസിക്കുന്ന വീടുകളാകാം, അതുപോലെ സ്വദേശീയർ താമസിക്കുന്ന വീടുകളാകാം. എന്തായാലും നല്ല ഭംഗിയാണ് അവിടെയുള്ള ഈ റെസിഡൻഷ്യൽ വീടുകൾ, പഴയ ഇഷ്ടിക കെട്ടിടങ്ങൾ, മരങ്ങൾ നിറഞ്ഞ വഴികൾ, അതുപോലെ പൂന്തോട്ടങ്ങളുള്ള വീടുകൾ എന്നിവയൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ഫ്രണ്ട്സ്, ലുണ്ട് നഗരത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ചരിത്രവും വിദ്യാർത്ഥി ജീവിതവും ഇവിടെ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ഒരു വശത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കത്തീഡ്രൽ, മറുവശത്ത് ലോക പ്രശസ്തമായ യൂണിവേഴ്സിറ്റി. അതിനിടയിൽ സൈക്കിളിൽ പോകുന്ന വിദ്യാർത്ഥികൾ, ഇരുവശമുള്ള കഫേകളിലിരിക്കുന്ന വിനോദസഞ്ചാരികളും അതുപോലെ സ്വദേശവാസികളും, പൂക്കൾ നിറഞ്ഞ വഴികൾ, ഇതെല്ലാം ചേർന്നാണ് ഈ ലുണ്ട് നഗരം ഒരു മനോഹര നഗരമായിട്ട് മാറുന്നത്. ലുണ്ടിലെ കാഴ്ചകളെ കണ്ടിട്ട് ഞങ്ങൾ ഇനി തിരിച്ചു പോവുകയാണ്. ഈ ടൂർ ബസ് നേരെ ഡെൻമാർക്കിലേക്ക് പോകും. ഞാൻ തിരിച്ച് ഡെൻമാർക്കിലേക്ക് പോകുന്നില്ല. അതിനു പകരം മാൽമോയിലെത്തിയിട്ട് മാൽമോയിൽ നിന്ന് ഗോഥൻബർഗിലേക്കാണ് എൻ്റെ യാത്ര. അങ്ങനെ ഞങ്ങൾ മാൽമോയിലെത്തി. വളരെ ശാന്തമായ ഒരു യൂറോപ്യൻ നഗരം തന്നെയാണ് മാൽമോ. ഞാൻ നേരെ നടന്നത് സ്റ്റോർട്ടറേറ്റ് എന്നൊരു വലിയൊരു സ്ക്വയറിലേക്കാണ്. 16-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ടതാണ് ഈ സ്ക്വയർ. ശരിക്കും ചരിത്രവും അതുപോലെ ഇന്നത്തെ കാലഘട്ടവും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഒരു പ്രതീതിയാണ് ഈ സ്ക്വയറിനുള്ളത്. ഗോഥൻബർഗിലേക്കുള്ള ട്രെയിൻ ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സ്ക്വയറിലെ കാഴ്ചകളിലേക്ക് ഒന്നുകൂടി കടന്നു. ഈ സ്ക്വയറിന്റെ ഓരോ ഭാഗത്തുള്ള കെട്ടിടങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളാണ്. അതുപോലെ ഈ സ്ക്വയർ എത്ര ഭംഗിയായിട്ടാണ് പരിരക്ഷിക്കുന്നത് അറിയാമോ? നല്ല പൂക്കളും അതുപോലെ വാട്ടർ ഫൗണ്ടനൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിയുള്ള ഒരു സ്ക്വയർ തന്നെയാണ് ഈ സ്റ്റോർട്ടോയിൻ സ്ക്വയർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയുള്ള കെട്ടിടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മാൽമോ ടൗൺ ഹാൾ. ഈ ചുവന്ന നിറത്തിൽ കാണുന്നില്ലേ, അതാണ് മാൽമോ ടൗൺ ഹാൾ. അതിന് സമീപത്ത് തന്നെ ഇവിടെയുള്ള ഗവർണറുടെ റെസിഡൻസ് ഉണ്ട്. പിന്നെ ഏറ്റവും പുരാതനമായ ഹോട്ടൽ ക്രാമർ, അതൊക്കെ നമുക്ക് ഈ സ്ക്വയറിന്റെ ചുറ്റും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ സ്ക്വയറിന്റെ നടുവിലേക്ക് എത്തിയാൽ ആദ്യം കണ്ണിൽപ്പെടുന്നത് കുതിരപ്പുറത്ത് നിൽക്കുന്ന കിങ്സ് ചാൾസ് 10ാമന്റെ, ഗുസ്താവ് എന്നാണ് ആ രാജാവിന്റെ പേര്. ആ രാജാവിന്റെ ഒരു വെങ്കല പ്രതിമയാണ്, ഒരു സ്വീഡിഷ് രാജാവിന്റെ വെങ്കല പ്രതിമ. 1896 സ്ഥാപിച്ച ഈ പ്രതിമ മാൽമോയുടെ ചരിത്രത്തിലെ പ്രധാന ഓർമ്മകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ശരിക്കും ആളുകൾ ഇവിടെ വന്നിട്ട് അതിനു മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അതുപോലെ നമുക്ക് അതിന് ചുറ്റും വിശ്രമിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഈ സ്ക്വയറിന്റെ 4 ഭാഗത്തേക്കും നിരവധി സ്ട്രീറ്റുകളുണ്ട്. ഫുഡ് സ്ട്രീറ്റുകളാവാം, അല്ലെങ്കിൽ കഫേ ഷോപ്പുകൾ, സുവനിയേഴ്സ് വാങ്ങാൻ പറ്റുന്ന കടകളുള്ള സ്ട്രീറ്റുകൾ. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടുള്ള ആ ഒരു നടത്തം തന്നെ നല്ല രസമാണ്. അങ്ങനെ നടക്കുമ്പോൾ ഞാനൊരു മനോഹരമായ ഒരു ശില്പം കണ്ടു. ഒരു വെങ്കല ശില്പം തന്നെയാണത്. ഒപ്റ്റിമിസ്റ്റ് ഓർക്കസ്ട്ര എന്ന് പറയുന്ന സംഗീതം വായിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്ന ചെറിയ ഓർക്കസ്ട്ര പോലെ തോന്നുന്ന ഒരു വെങ്കല ശില്പം. ചെറിയ കൗതുകമുള്ള ഒരു കാഴ്ച തന്നെയാണത്. ശരിക്കും ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുക എന്ന് തന്നെയാണ് ഈ മാൽമോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഞാൻ മാൽമോ സന്ദർശിക്കുന്നവർക്ക് ഈ റെയിൽവേ സ്റ്റേഷന്റെ ഈ പരിസരമൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ സ്ക്വയറും അതുപോലെ ലില്ല ടോർക്കും ഒക്കെ ചുറ്റി നടക്കുന്നത് നഗരത്തിന്റെ ചരിത്രവും സംസ്കാരവും ഒരുമിച്ച് അനുഭവിക്കാനുള്ള മികച്ച വഴിയാണ്. ഇനി എനിക്ക് അധികം സമയമില്ല, ഗോഥൻബർഗിലേക്ക് പോകണം. ഞാൻ പതുക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. ഇനി അടുത്ത ട്രെയിൻ കയറി ഗോഥൻബർഗിലേക്ക്. അവിടെയുള്ള കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ. ബൈ ബൈ.